റിയാലിറ്റി ഷോ താരം ജിൻഡോയ്ക്കെതിരെ മോഷണ പരാതി. എറണാകുളം വെണ്ണലയിലെ ജിമ്മിൽ നിന്ന് പണവും രേഖകളും മോഷ്ടിച്ചു എന്നാണ് ജിം ഉടമയായ യുവതിയുടെ പരാതി. മലമ്പാമ്പ് എരിവിഴുങ്ങി കിടക്കുന്ന പോലുള്ള ഈ കിടപ്പുണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. ആ സീസണിലെ ജിൻഡോ വിജയ് കൂടി ആയതോടെ സമൂഹ മാധ്യമങ്ങളിലെ വലിയ താരമായി ജിൻഡോ മാറി. അല്ല, ചവിട്ടിയത് അണലിയാണില്ല. ജിമ്മിൽ കയറി 10,000 രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചുവെന്നും CCTVകൾ നശിപ്പിച്ചുവെന്നുമാണ് ജിൻഡോയ്ക്കെതിരായ പരാതി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ് എന്റെയാണ്. എന്റെ ജിമ്മിൽ കയറണമെങ്കിൽ ഞാൻ കള്ളനാവണെങ്ങനെയാ? അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. എനിക്ക് അവിടെ പേഴ്സണൽ റൂമുണ്ട്. അപ്പൊ എനിക്ക് അവിടെ കയറി എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ അവരോട് ഇറങ്ങിപ്പോ അമ്മരുടെ അവർ പോട്ടെ. ഇപ്പൊ അടുത്ത മാസമായ 1 year ആയി. അതിങ്ങനെ ഒരു ആപ്പാവൂന്ന് ഞാൻ കരുതിയോ? എനിക്ക് എന്റെ ജിമ്മിനകത്ത് എപ്പോ വേണമെങ്കിൽ കയറാം. അതായത് അതിനുള്ള അവകാശമുണ്ട്. അവർക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടില്ല. അതായത് 40% അവർക്ക് അവകാശമുള്ളൂ. അതിലും കൂടുതൽ 60% എനിക്ക് അതിനകത്ത് അവകാശമുണ്ട് നടത്താൻ. ഞങ്ങൾ രണ്ടാം കൂടി നടത്താനുള്ള അവകാശം. ഞാൻ തെറ്റാണോ? ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ജിൻഡോയെ പോലീസ് അന്ന് ചോദ്യം ചെയ്തതാണ്. അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ള. തനിക്ക് കൂടി പങ്കുള്ള ജിമ്മിൽ നിന്നും ഇങ്ങനെ സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഒളിച്ചും പാത്തും ഇരുട്ടിന്റെ മറവിൽ കയറേണ്ട കാര്യമുണ്ടോ? കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് RDPക്ക് വലിയ ക്ഷീണായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. ഇവനൊക്കെ ജനിച്ചതിന് ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുകയ്ക്ക്. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ.